തെറി വരെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന കേട്ടോ. സ്ഥാനാർത്ഥി സ്വന്തം വീട്ടിലോട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. സ്വന്തം ഭർത്താവ് ഇലക്ഷന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വോട്ട് സ്വാഭാവികമായിട്ട് അങ്ങോട്ടാണല്ലോ ആർക്കാ വോട്ട് ചെയ്യാ? അച്ഛനോട് ആർക്കാ ചെയ്യാൻ പറയാ? ഇവനാണ് കേട്ടോ നമ്മളെല്ലാ വീഡിയോ എടുക്കുന്ന ആള്. അപ്പം എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പം എനിക്ക് വോട്ട് ചെയ്യേണ്ട അടയാളം എല്ലാവർക്കും അറിയാം. എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ചിഹ്നമുണ്ട് അവിടെ, സബ്സ്ക്രൈബ് അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. ചുമ്മാ പറഞ്ഞാണേ. അപ്പം ഇന്ന് നമ്മളെ വീഡിയോൻ്റെ ഒരു വെറൈറ്റി ഒരു കണ്ടൻറ്റ് തപ്പി ഞാൻ കണ്ടുപിടിച്ചാണ്. അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥീൻ്റെ കൂടെ ഒരു ദിവസം നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ സ്ഥാനാർത്ഥീൻ്റെ വീടാണ് ഇവിടെ. സ്ഥാനാർത്ഥിയെ നമ്മൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകും. അപ്പം നമ്മൾ LDF UDF BJP എടുക്കുന്നില്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ഥാനാർത്ഥീൻ്റെ പേര് സദാശിവൻ എന്നാണ്, നമ്മളൊക്കെ ശിവേട്ടൻ എന്നാണ് വിളിക്കാറ്. അപ്പം കൽപ്പറ്റയാണ് കേട്ടോ, വയനാട് കൽപ്പറ്റയിലുള്ളൊരു സ്ഥാനം. അപ്പോൾ നമ്മളുള്ളത് കൽപ്പറ്റ മടിയൂർക്കുണി 20-ാം വാർഡിലാണ് കേട്ടോ. 20-ാം വാർഡിൽ സ്വന്തം സ്ഥാനാർത്ഥീൻ്റെ ഇത് എടുക്കാൻ വേണ്ടി വന്നതാണ്. അതപ്പോൾ നമ്മളെ ഷാജിയേട്ടൻ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ശിവേട്ടൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന യൂട്യൂബിലോട്ട്. അങ്ങനെ അറിയാം മൂപ്പരെ കൂടെ നമ്മളിന്ന് പോവാണ്. അപ്പോ ഒന്നും നോക്കാനില്ല. 20-ാം വാർഡില് സ്വന്തം സ്ഥാനാർത്ഥി ജയിച്ചത് ചരിത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതാ നാട്ടുകാർ പറയുന്നത് 20-ാം വാർഡില് സ്വന്തം സ്ഥാനാർത്ഥി എന്തായാലും ജയിക്കുന്നതാണ്. ശിവേട്ടൻ എന്തായാലും ജയിച്ചിരിക്കും. അപ്പൊ സെറ്റ്. അപ്പൊ നമ്മള് ശിവേന്റെ വീട്ടിലോട്ട് പോവാട്ടോ. അപ്പൊ നിങ്ങൾക്ക് തരാം. ഇതാണ് നമ്മളെ സ്ഥാനാർത്ഥീന്റെ വീട് കേട്ടോ. ആൾക്കാരൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ശിവേട്ടാ, സ്ഥാനാർത്ഥി ഉള്ളിലാണ്. നമ്മളെ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഇതാണ് കേട്ടോ നമ്മളെ സ്ഥാനാർത്ഥി. നമ്മൾ ശിവേന്റെ വീടിന്റെ ഉള്ളിലോട്ട് കയറാം. അപ്പം നമ്മൾ സ്ഥാനാർത്ഥീൻ്റെ വീടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. അപ്പം സ്ഥാനാർത്ഥി ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അവർ രാവിലെ ഇറങ്ങും എല്ലാ പരിപാടിക്കും. ഞാൻ രാവിലെ ഇന്നും പുളി എൻ്റെ ഏട്ടനെ തൊഴുതിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാറ്. ഓക്കെ. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ സ്ഥാനാർത്ഥി. ഓട്ടോറിക്ഷയിൽ വരാൻ കാരണം എന്താണ്? സ്ഥാനാർത്ഥി എൻ്റെ ചിഹ്നം ഓട്ടോറിക്ഷയാണ്. അതുകൊണ്ടാണ് ചിഹ്നം. അപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ഈ നിൽക്കുന്നത്. നമുക്ക് സ്ഥാനാർത്ഥി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ ശിവേട്ടാ, പേര് കാര്യങ്ങളും എല്ലാം ഒന്ന് പറഞ്ഞോളി. എൻ്റെ പേര് സദാശിവൻ. എൻ്റെ വീട് കൽപ്പറ്റ തന്നെ. 20-ാം വാർഡിലെ ഒരു വോട്ടറാണ് ഞാൻ. പിന്നെ എനിക്ക് തൊഴിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് റേഷൻ കടയാണ്. 40 വർഷമായിട്ട് ഒരു റേഷൻ കട എൻ്റെ ഏട്ടനായിരുന്നു. ഏട്ടൻ പെട്ടെന്ന് മരിച്ചു. അതിന് ശേഷം ഞാനാണ് ഷോപ്പ് നടത്തുന്നത്. ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താ? ഇപ്പോൾ ഇലക്ഷന് ഇവിടെ നിൽക്കാനുള്ള കാര്യം ഇവിടുത്തെ വോട്ടർമാർ കോളനിക്കാരായിട്ടും അല്ലാണ്ടായിട്ടും കുറേ പേര് എന്നോട് പറഞ്ഞ് ഇവിടെ ഒരു സ്ഥാനാർത്ഥി, ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം, നിങ്ങൾ മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുത്തെ പല വോട്ടർമാരും വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു. പിന്നെ ഈ വാർഡിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും 3 കോളനി ഉണ്ട്. 3 കോളനിയിലും ഈ മാറി വരുന്ന ഈ മെമ്പർമാർ ഒന്നും ചെയ്തില്ല എന്നുള്ള കഥയാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാനൊരു കോളനി പോയി എനിക്ക് ശരിക്കും കരച്ചിൽ ബന്ധമുണ്ട് ഓരോ സംഭവം കാണുമ്പോൾ. അത്ര വിഷമം തോന്നിയിട്ടുണ്ട്. അവിടെ എന്ന് വെച്ചാൽ ഡ്രൈനേജ് ഇല്ല, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, വെള്ളം മുന്നിൽ കൂടി ഒഴുകുക കോളനിക്കാരുടെ. വളരെ വിഷമം പിടിച്ച കഥയാണുള്ളത് പറയാനുള്ളത്.
അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി. പിന്നെ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുകയാണെങ്കിലും സ്ഥാനാർത്ഥിയെ നോക്കി ചെയ്യുക. ഈ പഞ്ചായത്ത് ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി ഇലക്ഷൻ എന്ന് വെച്ചാൽ അതാത് വാർഡിലെ സ്ഥാനാർത്ഥി എന്താ ചെയ്യാൻ പറ്റുന്നവരെ നിർത്തി ചെയ്യുക, അല്ലാണ്ട് ആരെങ്കിലും നിന്നോട് കാര്യമില്ല. ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാം ഈ വാർഡിന് വേണ്ടി. ആർക്കും എപ്പോഴും എന്നെ വന്ന് കാണാം. അപ്പം 2 സ്ഥാനാർത്ഥികൾ, ഇതാണ് നമ്മളെ LDFന്റെ സ്ഥാനാർത്ഥി, ഇത് സ്വന്തം സ്ഥാനാർത്ഥി. വോട്ട് ചോദിച്ചോളി അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യം വന്നത് ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന കേട്ടോ. സ്ഥാനാർത്ഥി, സ്വന്തം സ്ഥാനാർത്ഥി സ്വന്തം വീട്ടിലോട്ട് വോട്ട് ചോദിക്കാൻ. വോട്ടായിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ, ശിവേട്ടൻ തന്നെ സഹായം സഹായിക്കാം അല്ലേ? നമ്മൾ 10-ാം തീയതി കഴിയും അല്ലേ? ഇത് 10-ാം തീയതി കഴിഞ്ഞാൽ 4 പേര് ഒരാളെ ജയിക്കാനും പോകുന്നു. അതിന് വേറെ ഒന്നുമില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നാളെയും വേണം. തീരുമാനിക്കട്ടെ. അതെ നാളെയും വേണം. വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കുന്നോ? നിങ്ങളെ മുഖം കാണിക്കോ? കഴിഞ്ഞോ? ജസ്റ്റ് മുഖം മാത്രം. ഇതാണ് കേട്ടോ LDF സ്ഥാനാർത്ഥി. അപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി എന്താക്കിയിട്ടുണ്ട്, LDF സ്ഥാനാർത്ഥിയെ കൂട്ടി വോട്ട് ചോദിക്കാൻ സ്വന്തം വീട്ടിൽ കയറിയിട്ടുണ്ട്. ശരി. ചെക്കന്മാരൊക്കെ എല്ലാവരും ഉണ്ടല്ലേ? ഇപ്പൊ ഒരു സ്ഥാനാർത്ഥി വന്ന് വോട്ട് ചോദിച്ചില്ലേ, പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി വന്ന് വോട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? സ്വന്തം ഭർത്താവ് ഇലക്ഷന് നിൽക്കുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. സ്വന്തം ഭർത്താവ് ഇലക്ഷന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വോട്ട് സ്വാഭാവികമായിട്ടും അങ്ങോട്ടാണല്ലോ പോകേണ്ടത്. പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവരായതുകൊണ്ടിട്ട് അവരോടൊന്നും നമ്മൾ മറുത്തൊന്നും പറയാറില്ല. എല്ലാരും ചിരിച്ചങ്ങോട്ട് ഇതാക്കും. അല്ല, ഭർത്താവ് ജയിക്കണം തന്നെയാണ് ആഗ്രഹം തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അല്ല, ഭർത്താവ് ഇങ്ങനെ സ്ഥാനാർത്ഥിയായി എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെയുണ്ടോ? പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ശിവടം പൊതുവെ ഇങ്ങനെ തന്നെയാണ്. പുറത്തുനിന്ന് വരുമ്പോഴത്തേക്ക് ആളുകളുടെ കൂടെ തന്നെയാണ് അധികപക്ഷം. അത് കഴിഞ്ഞിപ്പം സാധാരണത്തിൽ കുറച്ചും കൂടെ സമയം വൈകുന്നു വീട്ടിലേക്ക് വരാനുള്ളതും, അതിനനുസരിച്ചിട്ട് നമ്മുടെ ബാക്കി കാര്യങ്ങളും വൈകുന്നു എന്നുള്ള. ഭക്ഷണം കഴിക്കാൻ ലേറ്റ് ആവുന്നു, കിടക്കാൻ ലേറ്റ് ആവുന്നു. ഇപ്പൊ പോയ ഒരു 11:30 ഒക്കെ ആവുന്നുണ്ട്. 9 മണിക്ക് കഴിച്ചുകൊണ്ടിരുന്ന സാധനം 11:30 9:30 എന്നുള്ളത് 11 ഒക്കെ ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ശിവടം പൊതുവെ ഇങ്ങനെ തന്നെയാണ് നാട്ടുകാർക്ക് വേണ്ടി ഓടുന്നത് കണ്ടിട്ട് അത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് സ്ഥാനാർത്ഥി വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇനി നേരെ നമ്മള് റേഷൻ കടയിലോട്ടോ. നമസ്കാരം. നമസ്കാരം. വിജയാശംസകൾ. എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? കുഴപ്പമില്ല, നല്ല പ്രതീക്ഷയുണ്ട്. അരിയുണ്ടോ? അരിയുണ്ട്. റേഷൻ തുറക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് എനിക്ക് ആയിക്കോട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു. നമ്മളെ സ്ഥാനാർത്ഥി സ്വന്തമായിട്ട് റേഷൻ കടയാണ്. അപ്പോൾ നമ്മൾ റേഷൻ കടേൻ്റെ അകത്തോട്ടാണ് വീട്ടിലെ. അപ്പം ഇനിയിപ്പം നമ്മളെപ്പോഴാണ് പുറത്തിറങ്ങുക ഇലക്ഷന് വേണ്ടിയിട്ട്? ഇതൊന്നും തുറന്ന് സെറ്റാക്കിയാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങും. വൈഫ് ഉണ്ടാവും ഇവിടെ, ഇന്നലെ ഏട്ടനുണ്ട്, അവിടെ ഇരിക്കും. ഞാൻ രാവിലെ തുറക്കും. അത് കഴിഞ്ഞ് എൻ്റെ വാർഡിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥീൻ്റെ റേഷൻ കടയാണ് കേട്ടോ അത്. നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ വന്ന് ഇതെല്ലാം നോക്കിയതിന് ശേഷം സാനിറ്റൈസറൊക്കെ അടിച്ചിട്ട് കയറ്റുള്ളൂ കേട്ടോ. അപ്പം രാവിലെ വന്ന് ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് സ്ഥാനാർത്ഥി ഇലക്ഷന് വേണ്ടി ഇറങ്ങുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു ഗോഡൗണും ഷോപ്പൊക്കെ റെഡിയാണ്, കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഞാനൊരു വാർഡിലേക്ക് പോവാണ്, തുടങ്ങാൻ പോവാണ്, വോട്ട് ചോദിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വൈഫ്. ഈ വൈഫിൻ്റെ കയ്യിലാണ് എല്ലാ സാധനവും. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ ഓക്കെ, നമുക്കിറങ്ങാം. ശരി. നമ്മൾ ഇന്ന് എങ്ങനെയാണ് റൂട്ട് എങ്ങനെയാ? നമ്മളിപ്പോൾ ഇവിടെ ഒരു കോളനി ഉണ്ട്, ഇരുമ്പാല കോളനി. ആ, നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള. ഇന്ന് അവിടേക്കാണ് ഇറങ്ങുന്നത്. അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ. സഹായിക്കണം. ആയിക്കോട്ടെ. ഇല്ലേ
വാദം തുറന്നപ്പോണ്ട് ചെന്നി പോയോ? ആ വിളിച്ചോളൂ. മാർക്കറ്റ് പോയിട്ടു വരുമോ? അല്ല ഇവിടെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. അപ്പൊ വോട്ട് ചെയ്ത് സഹായിക്കാൻ തന്നെ പിന്നെ ഓട്ടോറിക്ഷയാണ്. ആയിക്കോട്ടെ. അത് ചെയ്യാൻ ഞങ്ങൾ നിൽക്കില്ലല്ലോ. ഞങ്ങൾക്ക് ഉറപ്പ കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾക്ക് ഉത്സാഹം ഉണ്ടായിരുന്നു ശിവൻ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ശിവൻ ജയിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സന്തോഷം. ഞാനല്ലേ പറയുന്നത്. ഓ എന്താ കഴിക്കുന്ന കാലത്തിന് ഇറച്ചിയുള്ള പോലെ കപ്പ ഇറച്ചി പേര് ഉമ്മ വന്നേര്. സുബീർ പോയില്ലേ? ഞാൻ വിളിച്ചിരുന്നു. വരി അങ്ങോട്ട് കയറാലോ അല്ലേ? വീഡിയോ കണ്ടിട്ടാ വേണ്ട. എല്ലാരും പോയോ? ആരും ഇല്ല ഇവിടെ? സുബീറെ കൊണ്ടുപോയി. അപ്പം പക്ഷെ വോട്ട് ചെയ്യാൻ സഹായിക്കണം. ശരി. ഇവൻ ആ ഭക്ഷണം കഴിക്കുന്ന എടുക്കായിരുന്നു. ഒരാള് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടുന്ന്. അയ്യോ ശ്രദ്ധിക്കണ്ടേ, പുഴയല്ലേ ഇവിടെ? സ്റ്റിച്ച് ഉണ്ടോ? ഇല്ല. ശരി, ഡോക്ടർ കാണിച്ചില്ലേ? ഓക്കെ. ഉമ്മയുടെ പോയി പണിക്ക് പോയി. വോട്ട് ചെയ്യാൻ പറയണേ. ഉമ്മയുടെ എനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഏതാ ചിഹ്നം? അപ്പോൾ ഗൈസ് ഇതുണ്ടല്ലോ വളരെ നയിപ്പുള്ള പണിയാണ്. ഞാനിപ്പോൾ ഇവരെ കൂടെ ഏകദേശം 1.5 മണിക്കൂറായി. എന്നോട് പറ്റുന്നില്ല. ഇവർ നടക്കുന്ന സ്പീഡും കൊണ്ടൊന്നും. നമ്മൾ ഒരു സെക്ഷൻ ഇപ്പോൾ അവിടെ തീർത്ത് ഇപ്പോൾ അടുത്ത സെക്ഷന് ഇവിടെ ഒരു കോളനി ഉണ്ട്. ഇപ്പോൾ കോളനീൻ്റെ അങ്ങോട്ടേക്ക് വന്നാണ്. അപ്പം ഈ ഇത്രയും ചെറുപ്പക്കാരനായ എനിക്കിത് പറ്റില്ല. അപ്പോൾ ഇവരെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ രാഷ്ട്രീയക്കാരെ ഞാൻ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ ഓടിക്കൊണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ 1.5-2 കിലോമീറ്റർ ഇവർ നടക്കുക പടാറുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് വികസനം വരുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള ഒരു വ്യക്തിയാണ് ശിവേട്ടൻ. ഇപ്പോൾ ശിവേട്ടൻ്റെ ഒരു വിജയമാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ എല്ലാവരും കഴിയുന്ന രീതിയിൽ സഹകരിച്ചുകൊണ്ട് ശിവേട്ടനെ ഇവിടെ വിജയിപ്പിക്കുകയും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളിൽ എന്ത് കാര്യം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിന് വേണ്ട ഒരു പോസിറ്റീവായ പ്രതികരണം തരുന്ന ഒരു വ്യക്തിയാണ് ശിവേട്ടൻ. എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഈ പ്രദേശത്ത് നമ്മളെ അറിയുന്ന, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് വേണ്ടത്. അപ്പോൾ ശിവേട്ടനെ എല്ലാവരും നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കുക എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് കുഴപ്പമില്ല. ഇതുണ്ട് സുഖല്ല അല്ലേ? ആ മരുന്ന് കഴിക്കുന്നില്ലേ? കാലിലൊക്കെ നീരായല്ലോ. അപ്പൊ വീട്ടിലേക്ക് ഒന്നും കാണാത്തല്ലേ? നമ്മള് ഓരോരുത്തരെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ തപ്പി നടക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ നമ്മളടുത്തുള്ളപ്പോൾ അതെ 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 തെരഞ്ഞു പോകണ്ടല്ലോ. അതെ അതെ. അപ്പോൾ മറ്റേ നോക്കാൻ അവിടെ പോകണം, പടിമേനൊക്കെ പോകേണ്ടി. എന്നെ ചെറുപ്പത്തിൽ അറിയുന്നല്ലേ അല്ലേ? എത്ര കാലമായിട്ട് അറിയുന്നല്ലേ? എത്ര കാലമായി എന്നെ അടുത്ത് ചോദിക്കണോ? കുട്ടിക്കാലം മുതൽ ഞാൻ തെറി വരെ പറഞ്ഞിരിക്കുന്നു. അതെ അതെ അതെ. ഓർമ്മ അത് കുഴപ്പമില്ല, പറയാലോ കുഴപ്പമില്ല. അത് പറയാലോ. ആ എന്തുണ്ട് തോന്നുന്ന ചോറ ആണല്ലേ? ആ ഇന്ന് പണിയൊന്നുമില്ലല്ലോ. അതെ ഇപ്പൊ രാവിലെ തന്നെ പാട്ട് അപ്പൊ ഓട്ടോയ്ക്ക് വോട്ട് ചെയ്യുക, സഹായിക്കുക. ഞങ്ങൾ നല്ല എന്നെ അറിയില്ലേ?
എത്ര കാലമായിട്ട് അറിയുന്നല്ലേ? മറ്റുള്ളവരങ്ങനല്ലല്ലോ, ജയിച്ചിട്ട് അവരെ പാട്ടിന് അവര് പോകും. ചോര കോളനി വിഷയമുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടുത്തെ മുകളിൽ വരുന്ന വെള്ളം മൊത്തം എന്റെ ഈ വീടിന്റെ അടിയിൽ കൂടിയാ വരുന്നത്. അതാരും നോക്കുന്നുണ്ടോ? അല്ലല്ലോ, ആരും നോക്കുന്നില്ല. അതെ, മാറി മാറി ജയിച്ചാലും അത് ആദ്യം ശരിയാക്കി തരും. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ആര് ജയിച്ചാലും അത് ശരിയാക്കി തരും. സംഭവം ശരിയാണ്. നമുക്ക് ചെയ്യാൻ തരും കേട്ടോ, ഞാൻ ചെയ്തിരിക്കും. ചിരിക്കടാ. എന്റെ പേരെന്താ? സഞ്ജയ്. എന്താ പരിപാടി? എന്റെ കൂടെ അങ്ങനെ വന്ന എന്നാ അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്ന? ശരി. സഞ്ജയ്, വോട്ടുണ്ട് എനിക്ക്? വോട്ട് ചെയ്യാൻ പോണ്ടേ നമുക്ക്? ശിവേട്ടനെ അറിയോ? എങ്ങനെ അറിയാ? ശിവേട്ടൻ വീട്ടിൽ വരും പറയും. ശിവേട്ടൻ വീട്ടിൽ വരൂ. എന്ത് പറയുന്നു? ഇങ്ങോട്ടാ പോണേ? എന്താ മോന്റെ പേരെന്താ? സഞ്ജയ്. അറിയോ? ഞാൻ എന്നെ അറിയോ? ആർക്കാ വോട്ട് ചെയ്യാ? അച്ഛനോട് ആർക്കാ ചെയ്യാൻ പറയാ? ശരി ശരി, അച്ഛനും അമ്മയോടും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വീട്ടിൽ വേറൊരു പ്രത്യേകത നടക്കുന്നുണ്ട്. അതാ, ഇത് നമ്മളെ ശിവേട്ടൻ്റെ മോനാണ് അപ്പു. അപ്പം ഇവൻ്റെ കന്നിവോട്ടാണ്. കന്നിവോട്ട് എടാ ആർക്കാ ചെയ്യാ? കന്നിവോട്ടല്ലേ? അച്ഛന് ചെയ്യും കൂടെയാണല്ലോ, എൻ്റെ ഒരു ഭാഗ്യമാണത്. ആദ്യമായിട്ടൊരു വോട്ട് അച്ഛന് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ വോട്ട് അച്ഛൻ തന്നെ. അതെ, ഒരു ഭാഗ്യവാനാണ്. അപ്പം ഇവൻ്റെ വോട്ടിൽ എന്തായാലും അച്ഛൻ ജയിക്കായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ആർക്കും കാണിക്കാത്തൊരു രഹസ്യമുണ്ട്. എൻ്റെ വീഡിയോഗ്രാഫർ ഇതാ ആളിതാ, ഇവനാണ് കേട്ടോ നമ്മളെല്ലാ വീഡിയോ എടുക്കുന്ന ആള്, മനു. ഓയ്. ഓക്കെ. ഇവനെ പരിചയപ്പെടുത്തണമെന്ന് കുറേ കമൻറ്റ് ബോക്സിലുണ്ട്. അപ്പം ഇന്നൊന്ന് പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ സ്ഥാനാർത്ഥീൻ്റെ കൂടെയുള്ള ഒരു ദിവസം ഇന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവരെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, എന്നെക്കൊണ്ട് പറ്റില്ല. പുറകെ നടന്ന് എത്തുന്നില്ല, ഞാൻ ഓടിയിട്ട് എത്തിയിട്ടേ ഇല്ല അവരപ്പുറം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറയില്ലേ, എൻ്റെ വോട്ട്, എൻ്റെ ചിഹ്നം അറിയാലോ, സബ്സ്ക്രൈബർ ചിഹ്നം താഴെയുണ്ട്. അപ്പോൾ അതിലെല്ലാവരും നിൽക്കുക, എന്നിട്ട് എന്നെ ഒന്ന് വിജയിപ്പിക്കുക. അപ്പം പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, എനിക്ക് 50,000 ഫോളോവേഴ്സായിട്ടുണ്ട്. അപ്പം നിങ്ങളോടാണ് നന്ദി പറയാനുള്ളത്. ഏകദേശം 4 മാസം കൊണ്ടാണ് അതിലോട്ട് എത്തിയത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.